Yes, first question. The structures of the major product X and Y in the following transformation. Question കാണുന്നുണ്ടല്ലോ അല്ലേ? Structures of the major product X and Y in the following transformation. Okay, so first അവര് നമുക്ക് തന്നിരിക്കുന്നത് ഒരു എന്താ പറയാ സൈക്ലോ ബ്യൂട്ടാഡൈൻ ആണ്. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് 4π സോഴ്സ് ആണ് അല്ലേ? ഇറ്റ്സ് എ വെരി ഗുഡ് 4π സോഴ്സ് ആൻഡ് എ 2π സോഴ്സ് ഹിയർ. Under thermal condition ആണ്. So first reaction എന്താ? First reaction is Diels-Alder reaction. Diels-Alder reaction. അപ്പൊ Diels-Alder reaction നടക്കുന്നത് ഒരു 4π സോഴ്സും ഒരു 2π സോഴ്സും തമ്മിലാണ്. അപ്പൊ അതില് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സെക്കൻഡറി ഓർബിറ്റൽ ഇന്ററാക്ഷൻ വരും. അപ്പൊ ഈ സെക്കൻഡറി ഓർബിറ്റൽ ഇന്ററാക്ഷൻ വരുന്നത് കൊണ്ട് Diels-Alder ഫേവർ ചെയ്യുന്നത് ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും? എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ? അതല്ല Diels-Alder പറയുന്നത്, എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ എൻഡോ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ എക്സോ ആണ്, ഇത് എക്സോ ആണ്, ഇത് എൻഡോ ആണ്, ഇത് എൻഡോ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ബി കട്ട് ചെയ്യാം. സോ സിയും ഡിയും എൻഡോ എൻഡോ ആണ്. സോ നെക്സ്റ്റ് കൺവേർഷൻ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ ഫോട്ടോകെമിക്കൽ റിയാക്ഷനില് ഏത് റിയാക്ഷൻ ആണ് അവിടെ വരുന്നത്? സോ ദ റിയാക്ഷൻ ഈസ് ബിറ്റ്വീൻ സി ഡബിൾ ബോണ്ട് സി അല്ലേ? സി ഡബിൾ ബോണ്ട് സി ആൻഡ് സി ഡബിൾ ബോണ്ട് ഒ. സി ഡബിൾ ബോണ്ട് സിയും സി ഡബിൾ ബോണ്ട് ഒയും തമ്മിലുള്ള റിയാക്ഷൻ ആണ് അവിടെ വരുന്നത്. സോ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ്, ഫേമസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് പാറ്റേൺ. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? പാറ്റേണോ ബുച്ചി റിയാക്ഷൻ കേട്ടിട്ടുണ്ടോ? അത് പാറ്റേൺ, അതായത് ഒരു സി ഡബിൾ ബോണ്ട് സിയും ഒരു സി ഡബിൾ ബോണ്ട് ഒയും ലൈറ്റിന്റെ പ്രസൻസിൽ സൈക്ലോ അഡീഷൻ നടത്തുകയാണ്. സൈക്ലോ അഡീഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാറ്റേണോ ബുച്ചി റിയാക്ഷൻ. ഓക്കെ, പാറ്റേണോ ബുച്ചി റിയാക്ഷൻ. ഇത് ഇൻട്രാമോളിക്കുലർ പാറ്റേണോ ബുച്ചി ആണ്, അത്രയേ ഉള്ളൂ. ഇൻട്രാമോളിക്കുലർ പാറ്റേണോ ബുച്ചി റിയാക്ഷൻ. അപ്പൊ ഉത്തരായില്ലേ? ഏതായിരിക്കും ആൻസർ? സി ആണോ ഡി ആണോ? സി ഡബിൾ ബോണ്ട് സിയും സി ഡബിൾ ബോണ്ട് ഒ ആണ് സൈക്ലോ അഡീഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോ ഉത്തരം ഏതാ വരാ? സി. ഓക്കെ, സി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The major product A and B in the following reaction. Major product A and B in the following reaction. Major product A and B in the following reaction. So first is electrocyclic ring opening. Electrocyclic ring opening. Followed by, അടുത്ത റിയാക്ഷൻ ഏതാ? Followed by Diels-Alder.
Diels-Alder reaction. അപ്പൊ ഇത് ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ സെലക്ഷൻ റൂള് ഇപ്പോൾ നമ്മൾ മനസ്സിൽ വെക്കണം. ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ് അല്ലെ, ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറൊട്ടേറ്ററി സിസ്. സോ ഇവിടെ റിംഗ് ഓപ്പണിംഗ് നടക്കുന്നത് നമ്മൾ കുറെ ചെയ്തതല്ലത്. ഇവിടെയാണ് റിംഗ് ഓപ്പണിംഗ് നടക്കുന്നത്. ഇതാണ് ഓപ്പൺ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ 4 പൈ ഇലക്ട്രോൺസ് ആണ് മെക്കാനിസത്തിൽ വരുന്നത്. സോ ദിസ് ഈസ് എ ഫോറൻ സിസ്റ്റം. തെർമൽ കണ്ടീഷൻ ആണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ psi 2 ആയിരിക്കും. ദാറ്റ് മീൻസ് E1 ആണ്. ആൻഡ് ദാറ്റ് ഈസ് കോൺ റൊട്ടേറ്ററി ആണ്. ആൻഡ് ദിസ് ഈസ് ട്രാൻസ് ആണ്. അപ്പൊ ട്രാൻസ് കോൺ എന്ന് പറയുമ്പോൾ ഇതല്ല വരാ അല്ലേ? ട്രാൻസ് കോൺ എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് അല്ല വരാ. അല്ലേ? അപ്പൊ നമുക്ക് ഇതിലേത് വരും? ഓപ്ഷൻ എ നമുക്ക് കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി നമുക്ക് കട്ട് ചെയ്യാം, ദെൻ ബി ആൻഡ് സി ആണ് വല്ല അല്ലേ? ബിയും സി അല്ലേ വരാ സാധ്യതയുള്ളത്? ബിയും സിയും. അതിൽ തന്നെ നമുക്കൊരു ലോജിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതിനാണ് സാധ്യത കൂടുതൽ, ബിക്ക് ആയിരിക്കോ സിക്ക് ആയിരിക്കോ? ഇതിൽ ആദ്യത്തേൽ തന്നെ ഉത്തരമായി. ഏതിനായിരിക്കും? അതായത് ഇക്കും സെഡിനും ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ സെക്കൻഡറി ഓർബിറ്റൽ ഇന്ററാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അല്ലെ ഇലക്ട്രോസൈക്ലിക്കിലെ, അതായത് അവിടെ അങ്ങനത്തെ ഗ്രൂപ്പുകൾ അവിടെ പ്രസന്റ് അല്ലെങ്കിൽ ഇൻവേർഡ് വരില്ലല്ലോ, ഔട്ട്വേർഡ് അല്ലേ പോവാ അല്ലേ? ബിക്ക് അല്ലേ ചാൻസ്? നോക്കിയേ, അല്ലേ? ദെൻ അടുത്ത റിയാക്ഷൻ ഡീൽസ്-ആൾഡർ റിയാക്ഷൻ ആണ്. അപ്പൊ ഡീൽസ്-ആൾഡർ റിയാക്ഷന്റെ പ്രത്യേകത എന്താ? ഡീൽസ്-ആൾഡർ റിയാക്ഷനിൽ അവർ നമുക്ക് തന്നിരിക്കുന്നത് കഴിഞ്ഞ ഉത്തരമായി, നമുക്ക് ഇലക്ട്രോസൈക്ലിക്ക് തന്നെ ഉത്തരം കിട്ടി. അപ്പൊ ഡീൽസ്-ആൾഡറിൽ അവർ നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്, മലീക് എൻഹൈഡ്രൈഡ് ആണ്. അപ്പൊ ഇതിൽ മലീക് എൻഹൈഡ്രൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലീക് എൻഹൈഡ്രൈഡിൽ 2 ഹൈഡ്രജൻ സിസ് ജോമെട്രിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീൽസ്-ആൾഡർ റിയാക്ഷന്റെ കേസിൽ ഈ 2 ഹൈഡ്രജൻ സിസിൽ തന്നെ ആയിരിക്കണം. അത് ഓക്കെയാണ്, 2 ഹൈഡ്രജൻ സിസിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലേ? പിന്നെ ഇത് രണ്ടും ഔട്ട്വേർഡ് കിടക്കുമ്പോൾ ഒന്നെങ്കിൽ ഇത് രണ്ടും എങ്ങനെ വരും? ബോട്ടം ഫേസിൽ വരും, അല്ലെങ്കിൽ ഇത് രണ്ടും ടോപ്പ് ഫേസിൽ വരും. പക്ഷെ എൻഡോ റൂള് നമ്മൾ എപ്പോഴും നോക്കണം. അപ്പൊ എൻഡോ റൂള് വെച്ചിട്ട് വരുന്ന സമയത്ത് ഇത് ബോട്ടം ഫേസിൽ വരുമ്പോ, ഇത് രണ്ടും ബോട്ടം ഫേസിൽ വരുമ്പോ ഇതും ബോട്ടം ഫേസിലാണ് വരുന്നത്. അപ്പൊ അവിടെ എൻഡോ റൂള് ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫോളോ ചെയ്തിട്ടില്ലേ? സോ ഡീൽസ്-ആൾഡർ വെച്ച് നോക്കുമ്പോഴും സി ബി തന്നെയാണ് പ്രൊഡക്റ്റ്, സി നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇനി അതല്ല ഇലക്ട്രോസൈക്കിൾക്ക് വെച്ച് നോക്കുകയാണെങ്കിലും ബി തന്നെയാണ് അല്ലേ? നോക്കിയേ, ശരിയല്ലേ? ബി അല്ല ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ദ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. Major product formed in the following reaction is. So a 4 pi source ഉണ്ട്,
2 പൈ ഡബിൾ ബോണ്ട് ഉണ്ട് കേട്ടോ. So there is a 2 pi source. ഇവർ തമ്മിൽ ഡീൽസാൾഡർ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഡീൽസാൾഡർ റിയാക്ഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് NO2 അല്ലേ? പിന്നെ ഒരു ചാൻസ് ഉള്ളത് ഇതാണ്. അപ്പൊ ഡീൽസാൾഡറിൽ നമ്മൾ റീജിയോ സെലക്ടിവിറ്റി പഠിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അവിടെ 1-2 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 1-4 പ്രൊഡക്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് കിട്ടത്തുള്ളൂ. 1-3 കിട്ടത്തില്ല എന്ന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് 1-4 എടുക്കുക. ദെൻ അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് TiCl3HCl ആണ്. TiCl3HCl റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൈട്രോ ഗ്രൂപ്പിനെ കാർബോണിലാക്കുന്ന റിയാക്ഷൻ ആണ്. നെഫ് റിയാക്ഷൻ എന്നാണ് ഇതിന്റെ പേര്. നെഫ് റിയാക്ഷൻ. നൈട്രോ ഗ്രൂപ്പ് ടു കാർബോണിൽ. നൈട്രോ ഗ്രൂപ്പ് ടു കാർബോണിൽ പഠിച്ചു വെച്ചോളൂ കേട്ടോ. നൈട്രോ ഗ്രൂപ്പ് ടു കാർബോണിൽ നെഫ് റിയാക്ഷൻ കേട്ടോ. നെഫ് റിയാക്ഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഉത്തരം ഏതെടുക്കാൻ പറ്റുക? ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ കേട്ടോ. ഓപ്ഷൻ എ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ വരെ. നിങ്ങളത് നോക്ക്. ഓക്കെ അല്ലേ? ഡീൽസാൾഡർ റിയാക്ഷൻ ഫോളോഡ് ബൈ നെഫ് റിയാക്ഷൻ കേട്ടോ. ഡീൽസാൾഡർ ഫോളോഡ് ബൈ നെഫ് റിയാക്ഷൻ. നെഫ് റിയാക്ഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണത് ഇതാണ്. NO2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, TiCl3HCl ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് NO2 ഗ്രൂപ്പ് എന്തായി മാറും? കാർബോണിലായിട്ട് മാറും. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Major product formed in the following reaction is. Major product formed in the following reaction is. Major product formed in the following reaction is. അപ്പൊ നമ്മൾ തൊട്ട് കുറച്ച് മുന്നേ ചെയ്തത് പ്രോബ്ലം തന്നെ അല്ലേ? ഏത് പ്രോബ്ലം? ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് ഫോളോഡ് ബൈ ഡീൽസാൾഡർ. സെയിം പ്രോബ്ലം ആണത്. ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് ഫോളോഡ് ബൈ ഡീൽസാൾഡർ. ഒന്ന് ചെയ്യോ? ഇലക്ട്രോസൈക്ലിക്. ഇതിപ്പോ ചെയ്യാനൊന്നുമില്ല, ഉത്തരായി. കാണുമ്പോ തന്നെ അറിയാം. ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ്. കാരണം ഓപ്ഷൻസ് എല്ലാം ബഹുകേമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. എനിക്കറിയില്ല, അങ്ങനെ കൊടുക്കാറില്ല. ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് ഫോളോഡ് ബൈ ഡീൽസാൾഡർ. ഏതായിരിക്കും ഉത്തരം? സി. ഓക്കെ, സി. ഇതിൽ പ്രത്യേകിച്ച് ചെയ്യാറൊന്നുമില്ല അല്ലേ? കാരണം ബാക്കി എല്ലാം ഡിഫറെന്റ് ആണ്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് ഓപ്ഷൻസ് കിടക്കണം. അപ്പൊ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് അടുത്ത ചോദ്യം. In
Diels-Alder reaction, the most reactive diene among the following is. Most reactive diene among the following is. Most reactive diene among the following is. ഏതാണ് മോസ്റ്റ് റിയാക്റ്റീവ് ഡൈൻ എന്നാണ് ചോദ്യം. ആദ്യത്തെ അവർ കൊടുത്തിരിക്കുന്നത് 4E14 ഹെക്സാഡൈൻ എന്നാണ്. 4E14 ഹെക്സാഡൈൻ. സോ ദാറ്റ് ഈസ് നോട്ട് കോൺജുഗേറ്റഡ് അല്ലേ? ആണോ? ആദ്യത്തെ ഡൈൻ കോൺജുഗേറ്റഡ് അല്ലല്ലോ. ഫസ്റ്റ് ഡൈൻ ഈസ് നോട്ട് കോൺജുഗേറ്റഡ്. അപ്പൊ ഡൈനല്ലേ ചോദിച്ചിരിക്കുന്നവര്? ഡൈനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ ഓപ്ഷൻ കട്ട് ചെയ്തുകൂടെ? അത് വേണം, പറ്റില്ലല്ലോ. 4E14 പറ്റില്ല, 4Z14 പറ്റില്ല. അപ്പൊ ഒന്നെങ്കിൽ 2E4E ആയിരിക്കും, അല്ലെങ്കിൽ 2Z4Z ആയിരിക്കും. അപ്പൊ ഡൈന്റെ പ്രത്യേകത എന്താ? ഡൈൻ എന്തായിരിക്കണം? ഇങ്ങനെ വരണ്ടേ? വേണ്ടേ? അപ്പോ ഇതായിരിക്കോ ഫേവറബിൾ ആവുക? ഇതായിരിക്കോ ഫേവറബിൾ ആവുക? ഇതല്ലേ ചോദ്യം. ഇത് ഇ ആണ്. ദിസ് ഈസ് ഇ. ദിസ് ഈസ് Z. സോറി, 2E4E. യെസ്, ആക്ച്വലി 2E4E നിൽക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് ഇങ്ങനെയായിരിക്കും ആദ്യം നിൽക്കുക. ഇ ഇങ്ങനെയായിരിക്കും നിൽക്കുക. ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇത് രണ്ട് സെയിം ആണ്. അത് അതിന്റെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എസ് സിസ് ഫോമും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എസ് ട്രാൻസ്ഫോമും ആണ്. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല ഏതാണെങ്കിലും. എന്തായാലും ഇവിടെ ക്രൗഡിങ് ഉണ്ട് ഇല്ലേ? ആ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് സെറ്റ് വരുന്ന സമയത്ത് ഇവിടെ ക്രൗഡിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൗഡിങ് ഉള്ളത് കൊണ്ട് തന്നെ ഏതായിരിക്കും മോർ റിയാക്റ്റീവ്? ഇ. ഓക്കെ അല്ലേ? കാരണം എസ് ട്രാൻസിൽ നിന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം അത് എന്തായാലും എസ് സിസിലോട്ട് പോകും ഡീൽസ്-ആൾഡർ നടക്കുന്ന സമയത്ത്, അല്ലേ? റീ റൊട്ടേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് എസ് സിസിലോട്ട് പോയിട്ട് റിയാക്ഷൻ നടക്കും, ഈസി ആയിട്ട് പോകും. അപ്പൊ ക്രൗഡിങ് കുറവ് എവിടെയാ? ഇ അല്ലേ? അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The major product of the following reaction is. Major product of the following reaction is. Major product of the following reaction is. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് this is a 2π source. This is also a 2π source. രണ്ടും 2π സോഴ്സുകളാണ്. അപ്പോ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ 4π സോഴ്സ് ഇല്ല. സോ 2π സൈക്ലോഡീഷൻ ഇതായിരിക്കും നടക്കുക. 2π സൈക്ലോഡീഷൻ. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവിടെ ഓപ്ഷനിൽ കാണാനില്ല. എന്തായിരിക്കും നടന്നുണ്ടാവുക?
ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഓപ്ഷനിൽ കാണാനില്ലല്ലോ. ഇല്ല. അപ്പൊ എന്തായിരിക്കും? കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, റിംഗ് ഓപ്പണിംഗ് നടന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ റിംഗ് ഓപ്പണിംഗ് നടന്ന ഉത്തരം നമുക്ക് ഈസി ആയിട്ട് എഴുതി കൂടെ? ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഡീൽ സാൾഡർ എടുക്കാട്ടോ. സൈക്കിൾ അഡീഷൻ അതെടുത്തിട്ട് so next question. The following reaction is an example of dash. Following reaction is an example of dash. Option D, 8 plus 2. Following reaction is an example of dash. Direct question ആണ്. ഏതായിരിക്കും? ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് കേട്ടോ സെന്ററിൽ. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഏതായിരിക്കും? എത്ര ഇലക്ട്രോൺസ് ആ സൈക്കിൾ അഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ പോരെ? എത്ര ഇലക്ട്രോൺസ് പങ്കെടുത്തിട്ടുണ്ട്? എന്തായാലും ഒലിഫീൻ ഉണ്ട്. അപ്പൊ ഇവിടെ 2 ഉണ്ട്. അപ്പൊ എല്ലാം 2 കോമൺ ആണ്. ഇപ്പുറത്ത് എത്ര പേര് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയേ. ദേ ഈ ഡബിൾ ബോണ്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഈ ഡബിൾ ബോണ്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഈ ഡബിൾ ബോണ്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഈ ഡബിൾ ബോണ്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. 2, 4, 6, 8. 8 പ്ലസ് 2 അല്ലേ? 8 പ്ലസ് 2 അല്ലേ? Okay, so next question. ഇതേ ടൈപ്പ് തന്നെ നോക്കിയേ, ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കേ.
ഏതായിരിക്കും? ബെൻസൈൻ ആണ്. ബെൻസൈന്റെ ഒരു ഡബിൾ ബോണ്ട് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ ഡി കട്ടായി. ഓപ്ഷൻ ഡി എന്തായാലും കട്ടായി. ബാക്കി നോക്ക്. എത്ര പൈ ഇലക്ട്രോൺസ് മറ്റോടത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അവളെ ക്വസ്റ്റിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ അവരിട്ട് തെറ്റായിരുന്നു. സോറി, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ വരച്ചു തരാം. ഇതായിരുന്നു സ്റ്റാർട്ടിങ് മെറ്റീരിയൽ കേട്ടോ. ഇവിടെ നൈട്രജൻ, ഇവിടെ നൈട്രജൻ, ഇവിടെ നൈട്രജൻ. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇവിടെയാണ്. പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ. ഇങ്ങനെയായിരുന്നു പൊസിഷൻ കേട്ടോ. ഓക്കെ, അവിടേക്കാണ് ബെൻസൈൻ വരുന്നത് കേട്ടോ. തെറ്റിപ്പോയത്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നോക്കിയപ്പോ 8+2 അല്ലേ? 8+2. മറ്റേത് വരുമ്പോ നമുക്ക് ഡബിൾ ബോണ്ട് ഒന്നും മാറിയിട്ടില്ല. ഞാൻ ഓപ്ഷൻ നോക്കിയപ്പോ ഓക്കെ അല്ലേ? Okay, so next question. The two pericyclic reactions successfully involved in thermal transformation given below. The two pericyclic reactions involved in thermal transformation given below. ഏതായിരിക്കും രണ്ട് പെരിസൈക്ലിക് റിയാക്ഷൻസ്? ഒന്ന് നമുക്ക് ഏതായിരിക്കും ആദ്യത്തെ? ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻ ആണ്. രണ്ടാമത്തെ ഡീൽസാൾഡർ റിയാക്ഷൻ ആണ് അല്ലേ? അല്ലേ? അപ്പൊ ഇലക്ട്രോസൈക്ലിക്കിൽ ഏത് ആയിരിക്കും വരുന്നുണ്ടാവുക? 6,5 അല്ലേ? 6,5 ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻ ഫോളോഡ് ബൈ 4+2 സൈക്ലോഡീഷൻ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? Okay, 6,5 electrocyclic reaction followed by 4+2 cyclodation. So next question.
The two-step reaction given below, identify the product P and Q. Identify the product P and Q. Identify the product P and Q. എങ്ങനെയായിരിക്കും വരിക? ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഡീൽസാൾഡർ റിയാക്ഷൻ അല്ലേ? കാരണം സൈക്ലോപെന്റാഡൈൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ അപ്പുറത്ത് ഒരു 2π സോഴ്സ് ഉണ്ട് അല്ലേ? ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും? എക്സോ ആയിരിക്കോ എൻഡോ ആയിരിക്കോ? ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും? ഡീൽസാൾഡർ നമുക്ക് എന്ത് പ്രൊഡക്റ്റാ തരുന്നത്? എൻഡോ പ്രൊഡക്റ്റ് അല്ലേ? കാരണം ആൽക്കീനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ല വരുന്നത് അല്ലേ? COH ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണല്ലോ, ശരിയല്ലേ? ഓപ്ഷൻ എ കട്ട് ചെയ്തൂടെ? ഓപ്ഷൻ ബി കട്ട് ചെയ്തൂടെ? കാരണം എന്താ? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും എക്സോ പ്രൊഡക്റ്റുകളാ. So this is exo product, this is exo product, this is endo product, this is endo product. ഓക്കെ, അത് രണ്ടും എൻഡോ പ്രൊഡക്റ്റുകളാണ്. ഇനി അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്താ സംഭവിച്ചിരിക്കണേ? എൻബ്രോമോ സക്സിനിമൈഡ് വന്നിരിക്കുകയാണ്. അപ്പൊ എൻബ്രോമോ സക്സിനിമൈഡ് വരുന്ന സമയത്ത് എവിടേക്കാ വരുന്നത്? ബൈസൈക്ലിക് സിസ്റ്റത്തിലോട്ടാണ് വരുന്നത്. അപ്പൊ ഈ ബൈസൈക്ലിക് സിസ്റ്റത്തിലോട്ട് ബ്രോമിൻ വരാണ്, Br. അപ്പൊ ഇയാൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞ ബ്രോമിനെ കൊടുക്കും. അപ്പൊ ഈ ബ്രോമിൻ എങ്ങനെ വരും എന്നുള്ളതാണ്. ബ്രോമിൻ അതിൽ അവര് വ്യക്തമായിട്ട് അവര് നമുക്ക് രണ്ട് ഓപ്ഷനിലും അവർ പറഞ്ഞിട്ടുണ്ട് ബ്രോമിൻ എക്സോ കൂടെ വരണേന്നുള്ളത്. നമുക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും അവിടെ ഇല്ല. അതെങ്ങനെ മനസ്സിലായി ബ്രോമിൻ എക്സോ കൂടെ വരണേന്നുള്ളത്? കാരണം അവർ ബ്രോമിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി തന്നിരിക്കുന്നത് ടോപ്പ് ഫേസിലാണ്. അപ്പൊ ടോപ്പ് ഫേസിലിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രോമിൻ എങ്ങനെയാ വരണത്? എക്സോ കൂടെ തന്നെയാണ് വരുന്നത്. അതിന് കാരണം എന്താ? ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ആണ്. അപ്പൊ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീ ആണ്. ആ സമയം ഇവിടെ ക്രൗഡിങ് ഉണ്ട്, അവിടെ ക്രൗഡിങ് ഉണ്ട്. അപ്പൊ ആ രണ്ട് ഹൈഡ്രജൻ ബ്രിഡ്ജ് ഹെഡിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ആയതുകൊണ്ട് ബ്രോമിൻ ഏത് ഫേസ് കൂടെ വരുള്ളൂ? എക്സോ ഫേസ് കൂടെ വരുള്ളൂ. ആ സമയം ഡബിൾ ബോണ്ടിന്റെ ഓറിയന്റേഷൻ ഇപ്പൊ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാല് ഇവിടെ ഒരു ഗ്രൂപ്പ് വന്ന കഴിഞ്ഞു. എക്സോ കൂടെ വരാൻ പറ്റുമോ? പറ്റില്ല, കാരണം ക്രൗഡിങ് അവിടെ വരും. ഇവിടെ ഹൈഡ്രജൻ ആറ്റംസ് വരുമ്പോ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ബ്രോമിൻ അങ്ങനെ വന്നു. അപ്പൊ ഇനിയിപ്പോ ഇവിടെ എന്താ കിടക്കണേന്ന് നോക്കിയേ, ആസിഡ് ഉണ്ട്, C ഡബിൾ ബോണ്ട് OH ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ ഇനി അവരെന്താ ചെയ്തിരിക്കണേന്ന് നോക്കിയേ, എന്താ അവര് ചെയ്തിരിക്കുന്നത്? ആ റിങ് ഓപ്പൺ ചെയ്തിരിക്കല്ലേ? ശരിക്കും അവിടെ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യേണ്ടതായിരുന്നു, അവർ തന്നില്ല, കുഴപ്പമില്ല. അപ്പൊ റിങ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ റിങ് ഓപ്പൺ ചെയ്യുമ്പോ 1 2 3 4 5 ഇതാണ് ഒരെണ്ണം, 6 ഇതാണ് രണ്ടാമത്തെ. അതാണ് രണ്ട് ഓപ്ഷൻസ് കിടക്കണേ. ഏതായിരിക്കും സാധ്യത? 5നും 6നും കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു സെലക്ട് 5 കേട്ടോ. യു ഹാവ് ടു സെലക്ട് 5. സോ ആൻസർ ഈസ് ഓപ്ഷൻ 6. 5 will preference over 6. So answer is option C കേട്ടോ. Okay, so next question. Order of reactivity of the following dine X, Y and Z in the Diels-Alder reaction is എന്ന് പറഞ്ഞേ. നിങ്ങൾ എത്ര പേര് ഇൻട്രാമോളിക്കുലർ ഡീൽസാൾഡർ റിയാക്ഷന്റെ വീഡിയോ കാണാനുണ്ട്? ഞാൻ
പുതിയ കുട്ടികളോടല്ല ചോദിക്കുന്നത് കേട്ടാ, നമ്മളുള്ള കുട്ടികളുടെ അടുത്താണ്. ഇൻട്രാമോളിക്കുലർ ഡീൽസാൾഡർ റിയാക്ഷന്റെ വീഡിയോ ആരെങ്കിലും കാണാനുണ്ടോ? രണ്ട് ഷോർട്ട് വീഡിയോസ് ഉണ്ട് അല്ലേ? കണ്ടില്ലെങ്കിലേ ഞാൻ അതിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഡൈൻ. ഡൈന്റെ പ്രത്യേകത എന്താ? ഡൈൻ സിസോയിഡ് ഫോമിൽ ആയിരിക്കണം, ഒന്നാമത്തെ കാര്യം. ഡൈൻ സിസോയിഡ് ഫോമിലായിരിക്കണം. കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടോളൂ, കാരണം ഞാൻ ആ ചോദ്യം ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വരാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ, അപ്പോഴത് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഡൈന്റെ പ്രത്യേകത എന്താ? ഡൈൻ സിസോയിഡ് ഫോമിലായിരിക്കണം, പിന്നെ ഡൈനിൽ ഇലക്ട്രോൺ റിച്ച് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഇതാണ് നമുക്ക് ഡൈനിൽ വേണ്ടത്. സോ നിങ്ങൾ നോക്കിയേ, ഇതിൽ എന്തായിരിക്കും ഉത്തരം വരുന്നത്? എക്സ് അവർ നമുക്ക് തന്നിരിക്കുന്നത് സിസോയിഡ് ഫോമിലാണ്, ആൻഡ് ഇവിടെ ഒരു ഇലക്ട്രോൺ റിച്ച് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യണത് എക്സ് തന്നെയായിരിക്കും. ഓപ്ഷൻ ബി കട്ടായി, ഓപ്ഷൻ സി കട്ടായി, ഓപ്ഷൻ എയും ഡിയും തമ്മിലാണ് എനിക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ അതില് നമ്മൾ നോക്കുന്ന സമയത്ത് ഇനി വൈ ആണോ സെഡ് ആണോ എന്നുള്ളതാണ്. അപ്പൊ ഇതില് രണ്ടും ട്രാൻസോയിഡ് ആണ്, പക്ഷെ അവർക്ക് സിസോയിഡിലോട്ട് വരാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇത് സെഡ് ആൽക്കീൻ ആണ്, ദിസ് വൺ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്, ദിസ് ഈസ് വൈ. ഇനി സെഡ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇലക്ട്രോൺ റിച്ച് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും ഇലക്ട്രോൺ റിച്ച് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. രണ്ടുപേർക്കും മീഥൈൽ ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പൊ അത് ഓക്കെയാണ്. പക്ഷെ ക്രൗഡിങ് ഇവിടെയാണ് കുറച്ച് കൂടുതൽ അല്ലേ? ക്രൗഡിങ് വൈയിലാണ് കൂടുതൽ. സോ ആൻസർ വിൽ ബി എക്സ് സെഡ് വൈ, ഓപ്ഷൻ എ. ഓക്കെ, അല്ലേ? ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. In the reaction sequence X and Y respectively, in the reaction sequence X and Y respectively, നമ്മൾ ഇതേ ചോദ്യം നേരത്തെ പരീക്ഷയ്ക്ക് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പൊ അവർ ചോദിച്ചത് ജസ്റ്റ് എന്താണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അല്ലേ? അതായത് ഏതായിരുന്നു ഉണ്ടായിരുന്നു എവിടെ കണ്ടു അല്ലേ? ഗേറ്റിന് തന്നെയായിരുന്നു, ഇതല്ലായിരുന്നേ? യെസ്, ഇതായിരുന്ന ചോദ്യം. ഗേറ്റ് 2002 ചോദിച്ചതാ. അതേ ചോദ്യം തന്നെ അവര് 2009 ജസ്റ്റ് അതിന്റെ ആൻസർ ചോദിച്ചു. എന്തായിരിക്കും ഉത്തരം നോക്കിയേ? ഫസ്റ്റ് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻ നടക്കും,
ദെൻ ഡീൽസാൾഡർ റിയാക്ഷൻ നടക്കും. ഉത്തരം ആയില്ലോ? എന്തായിരിക്കും? എന്തായിരിക്കും? ഓപ്ഷൻ ബി. അത്രയേ ഉള്ളൂ. ആദ്യം ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ നടക്കും 6π, ദെൻ ഡീൽസാൾഡർ. അങ്ങനെ നടക്കണമെങ്കിൽ ബി തന്നെ വരണ്ടേ? ചെയ്യണ്ടല്ലോ, അത് ചെയ്ത് നോക്കേണ്ട കാര്യം പോലും ഇല്ല. ആണോ? നമ്മൾ ഇലക്ട്രോസൈക്കിളൊക്കെ ചെയ്തതല്ലേ? ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തതാ ഇയാളുടെ. ശരിയല്ലേ? 1 2 3 4 എല്ലാം സെഡ് ആണ്. സെഡ് 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 സെഡ്. അപ്പോ പിന്നെ ഏത് കണ്ടീഷനാ? തെർമൽ കണ്ടീഷൻ ആണ്. ഇത് ഓപ്പോസിറ്റ് ആണ്. തെർമൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇത് ഏത് സിസ്റ്റം ആണ്? 4n+2 സിസ്റ്റം. അപ്പൊ Ψ3 ഓഡ് ഡിസ് ഓഡി ഇത് സിസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്തതല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയേ. So first one is Diels-Alder reaction. Diels-Alder reaction followed by നമ്മൾ നേരത്തെ കണ്ട സെയിം, അതായത് നമ്മൾ TiCl3H2O ഇട്ടില്ലേ? TiCl3HCl അത് എന്ത് റിയാക്ഷൻ ആയിരുന്നു? എന്ത് റിയാക്ഷൻ ആയിരുന്നു? നെഫ്. അതന്നെ സെയിം. സൾഫ്യൂരിക് ആസിഡ് വന്നാലും സെയിം കോൺസെൻട്രേറ്റഡ്. കേട്ടോ? സോ Diels-Alder റിയാക്ഷൻ ഫോളോഡ് ബൈ നെഫ് റിയാക്ഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്താ കിട്ടാൻ നോക്കട്ടെ. അപ്പൊ Diels-Alder റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ട്രാൻസ് ആണ് ആൽക്കീൻ തന്നിരിക്കുന്നത്. ട്രാൻസ് ആൽക്കീനെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിലും ട്രാൻസ് ഓറിയന്റേഷനിൽ തന്നെ അത് വരണം. ദാറ്റ് മീൻസ് ഈ ഒരു ബൈസൈക്ലിക് സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് എക്സോ എൻഡോ റിലേഷൻഷിപ്പ് ആയിരിക്കണം. എക്സോ എൻഡോ റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഇനി അത് മാത്രമല്ല, ഇവിടെ ഒരു NO2 ഗ്രൂപ്പ് ഉണ്ട്. NO2 ഗ്രൂപ്പ് എൻഡോയിൽ കിടക്കണം. കാരണം എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കും NO2 പ്രിഫർ ചെയ്യണത് ഡ്യൂ ടു സെക്കൻഡറി ഓർബിറ്റൽ ഇന്ററാക്ഷൻ അല്ലേ? അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ PH എക്സോലാണ്, NO2 എൻഡോലാണ്. ദാറ്റ്സ് ഫൈൻ. ഇവിടെ PH എക്സോലാണ്, NO2 എൻഡോലാണ്. ഓക്കെ. ഇവിടെ NO2 എക്സോലാണ്, പോയി. NO2 എക്സോലാണ്, പോയി. അപ്പൊ ഓപ്ഷൻ സി കട്ടായി, ഓപ്ഷൻ ഡി കട്ടായി. ഇത് ക്ലിയർ ആണോ? അടുത്ത നെഫ് റിയാക്ഷൻ അല്ലേ? ഉത്തരായില്ലേ? ഉത്തരം നോക്കിയേ.
ഏതാ, എ ആണോ ബി ആണോ? ഫ്രീ ആക്ഷൻ എന്താ ഞാൻ പറഞ്ഞ നൈട്രോ ഗ്രൂപ്പിനെ കാർബോണിലാക്കി മാറ്റും, അത്രേ ഉള്ളൂ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഡൈൻ വിച്ച് അണ്ടർഗോസ് ഡീൽസാൾഡർ റിയാക്ഷൻ വിത്ത് മാലിക് അൻഹൈഡ്രൈഡ് ഈസ്. ഇതിൽ ഏത് ഡൈനാണ് മാലിക് അൻഹൈഡ്രൈഡ് ആയിട്ട് റിയാക്ഷൻ തരാൻ? സിമ്പിൾ ചോദ്യമാണ്. ഏത് ഡൈൻ ആയിരിക്കും? കാണുമ്പോ എല്ലാം ട്രാൻസോയിഡ് ആണ്, പക്ഷെ ഒരെണ്ണം ഫ്ലെക്സിബിൾ ആണ് അല്ലേ? ആദ്യത്തെ ഓപ്ഷൻ എയിലുള്ളത് ഫ്ലെക്സിബിൾ ആണ്, അതിന് ട്രാൻസിൽ നിന്ന് സിസിലോട്ട് പോകാനായിട്ട് പറ്റും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പൊ ഇത് ഫ്ലെക്സിബിൾ ആണ്, എസ് ട്രാൻസ് ആണ്, സിംഗിൾ ബോണ്ടിൽ റൊട്ടേഷൻ പോസിബിൾ ആണ്. പക്ഷെ ഇത് റിജിഡ് ആണ്, ഇത് റിജിഡ് ആണ്, ഇത് റിജിഡ് ആണ്. ദിസ് ഈസ് ഫ്ലെക്സിബിൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The major product formed in the following reaction is. Major product formed in the following reaction is. എന്നാലോചിച്ച് നോക്കിയേ. ചിലപ്പോ ഡീൽസാൾഡർ റിയാക്ഷൻ ലൂയിസ് ആസിഡ് കാറ്റലൈസ് ചെയ്യുന്ന ഡീൽസാൾഡർ റിയാക്ഷൻസ് ഉണ്ട് കേട്ടോ. ലൂയിസ് ആസിഡ് കാറ്റലൈസ്ഡ് ഡീൽസാൾഡർ റിയാക്ഷൻ കുറച്ചുകൂടി സ്പീഡ് കൂടും. കാറ്റലിസ്റ്റ് ആണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അതാണ് TiCl4 അവർ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത് 4π സോഴ്സ് ആണ്. സോ ദിസ് ഈസ് എ 4π സോഴ്സ്, ദിസ് ഈസ് എ 2π സോഴ്സ്. നിങ്ങൾക്ക് എന്ത് ഉത്തര തോന്നണേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഉത്തരം പറഞ്ഞ നിങ്ങൾ അതേപോലെ ചിന്തിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. നിങ്ങളെ തോട്ട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഈസി ആണല്ലോ, ഇതിലൊരു പ്രശ്നവുമില്ല, ഈസി ആയിട്ട് കിട്ടും എന്തായാലും. അപ്പോ ഓപ്ഷൻ എ ഓപ്ഷൻ ബി എന്തായാലും വരില്ല ഡീൽസാൾഡറിൽ. ദെൻ സിഒ ഡി ആണ് വരിക. അതിൽ തന്നെ ഏത് ഡബിൾ ബോണ്ട് ആയിരിക്കും പങ്കെടുക്കുന്ന? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡബിൾ ബോണ്ട്. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ആണ് പങ്കെടുക്കുക. ആൻഡ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എങ്ങനെ കിടക്കണം? എൻഡോയിലും കിടക്കണം. അത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് കിട്ടില്ലേ? ചെയ്ത് നോക്കേണ്ട കാര്യം പോലും ഇല്ല. അതായത് നമ്മൾ മെക്കാനിസം ഒന്നും എഴുതണ്ട, ജസ്റ്റ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഉത്തരം എഴുതാം. ഓപ്ഷൻസ് ചെയ്ത് കൊടുത്തിട്ട് അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ സി. അങ്ങനെയല്ലേ ചെയ്തേ? പെരിസൈക്കിൾക്ക് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഓക്കെ, റാണി നിക്കലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഹൈഡ്രജനോളിസിസ് എന്ന് പറയും. ഇപ്പൊ RS ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യും കേട്ടോ. അതാണ് റാണി നിക്കല്. ഹൈഡ്രജനോളിസിസ്, ഹൈഡ്രജനോളിസിസ്. ഓക്കെ, അത് RS ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണതാണ്, വേറെ ഒന്നുമല്ല. റാണി നിക്കല്. ആദ്യത്തെ നോക്ക്, ഡീൽസാൾഡർ. ഡീൽസാൾഡർ നമുക്ക് എന്താണ് തരുന്നത്? ഡീൽസാൾഡർ റിയാക്ഷൻ
സോ റീജിയോ സെലക്ടിവിറ്റി പറയണത് എന്താ? ഒന്നെങ്കിൽ 1-2 വേണം, അല്ലെങ്കിൽ 1-4 വേണം. 1-3 ഒരിക്കലും ഡീൽസാൾഡർ തരില്ല. അപ്പൊ നോക്കിയേ, നമ്മുടെ ഗ്രൂപ്പുകള് മീതയില് SPH COOMe. ആദ്യത്തെ ഓപ്ഷനിലെ മീതയിലും COOMeയും 1-2 ആണ്, ഫൈൻ. PHS-ഉം COMeയും 1-4 ആണ്, ദാറ്റ്സ് ഓൾസോ ഫൈൻ, ഓക്കെ ആണ്. ബിയും അതേപോലെ തന്നെയാണ്. CO 1-3 ആ, കംപ്ലീറ്റ് 1-3 ആ കിടക്കണേ, 1-3 ആൻഡ് 1-3 അല്ലേ? ഡിയും അതേപോലെ തന്നെ. അപ്പൊ ഓപ്ഷൻ സി കട്ടായി, ഓപ്ഷൻ ഡി കട്ടായി. എയോ ബിയോ? ഇനി റാണിനിക്കൽ അല്ലേ? റാണിനിക്കൽ എന്താ ചെയ്യാ? ഹൈഡ്രോജനോളിസിസ്, വേറെ ഒന്നും ചെയ്യില്ല, ഹൈഡ്രോജനോളിസിസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. കേട്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയുണ്ട് ഡീൽസാൾഡർ? പ്രോബ്ലംസ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? among the following compounds that does not act as dyne in ഡീൽസാൾഡർ, ഇതിൽ ഒരാള് ഡീൽസാൾഡർ റിയാക്ഷൻ ഡൈൻ ആയിട്ട് ആക്ട് ചെയ്യില്ല, അത് ഏതാണെന്ന്? that does not act as a dyne, does not act as a dyne. ഏതായിരിക്കും? ബി അല്ലേ? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. പിന്നെ ഇൻട്രാമോളിക്കുലർ ഡീൽസാൾഡറിന്റെ പ്രോബ്ലം വന്നിട്ട് ഒന്നോ രണ്ടോ ചോദ്യം കാണുന്നുണ്ട്, അതൊന്നും ചെയ്യാം. ഓക്കെ അല്ലേ? സിഗ്മ ട്രോപ്പിക്കില് 3-3 ആണ് കോപ്പിയും ക്ലേസും. തന്നെ ചെയ്ത നോട്ടെ. കിട്ടിയോ? സോ ഫസ്റ്റ് ഡീൽസാൾഡർ റിയാക്ഷൻ നടക്കും. അപ്പൊ ഡീൽസാൾഡർ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കിട്ടുക, നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതല്ല വരാ, ഇവിടെ CN വരും, ഇവിടെ OMe വരും, ഇവിടെ OSiMe3 വരും. ഇതല്ല വരാ. അതിനുശേഷം എന്താ സംഭവിക്കണമെന്ന് അറിയോ? മൈൽഡ് ഹൈഡ്രോളിസിസ് നടക്കുകയാണ്. ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ OH പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് എന്തായി മാറും? ഡീപ്രൊട്ടക്ഷൻ നടക്കും. അപ്പൊ അത് OH ആവും. ഈ OH ഈനോൾ അല്ലേ?
അപ്പോ ഈനോള് കീറ്റോൺ ആയിട്ട് മാറും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ അക്വസ് ആസിഡിന്റെ പ്രസൻസിൽ ഇത് OMe അവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോകും. OMe പോകുന്നത് മെത്തനോൾ ആയിട്ടാണ്. അവിടെ ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് അവിടെയും ആസിഡ് വരും, H+ വരും. എന്നിട്ട് മെത്തനോൾ ആയിട്ട് അതിനെ അവിടുന്ന് റിമൂവ് ചെയ്ത് കളയും. അപ്പൊ ഉത്തരം കിട്ടിയില്ലേ? സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഏത് ആൻസർ? സി അല്ലേ? നോക്കിയേ. ഓക്കെ, സോ ഇന്നത്തെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞത് അല്ലേ? ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു ലാസ്റ്റ് ചെയ്തില്ല. അപ്പൊ ആദ്യം നടക്കുന്നത് എന്താ? ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ്. ഫസ്റ്റ് ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് ഞാൻ ചെയ്തോട്ടെ ഡയറക്റ്റ്? അറിയാലോ എങ്ങനെ വരാന്നുള്ളത്. ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ കുറെ ചെയ്തിട്ടുള്ളതല്ലേ, ലൈക്ക് ദിസ്. അതിനുശേഷം ഡീൽസ്-ആൾഡർ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഡീൽസ്-ആൾഡർ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇവർ തമ്മിൽ. അപ്പൊ ഡീൽസ്-ആൾഡർ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഇത് നോക്കിയേ, രണ്ടും ഔട്ട്വേർഡാ കിടക്കുന്നത് അല്ലേ? അത് മാത്രമല്ല, ദെൻ ഇവിടെ COMe ആൻഡ് ഹൈഡ്രജൻ ഇവര് സിസ് റിലേഷൻഷിപ്പിലാണ് കിടക്കുന്നത്. സിസ് എന്ന് പറയാൻ പറ്റില്ല ഇതിന്, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ PHഉം PHഉം കിടക്കുന്നത് ഔട്ട്വേർഡ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒന്നെങ്കിൽ 2 ടോപ്പ് ഫേസിൽ വരാം, അല്ലെങ്കിൽ 2 ബോട്ടം ഫേസിൽ വരാം അല്ലേ? അങ്ങനെയല്ലേ സ്റ്റീരിയോകെമിസ്ട്രി ഡീൽസ്-ആൾഡറിൽ വരുന്നത്? 2 ഔട്ട്വേർഡ് കിടക്കുമ്പോ ഒന്നെങ്കിൽ 2ഉം ടോപ്പ് ഫേസിൽ വരാം, അല്ലെങ്കിൽ 2ഉം ബോട്ടം ഫേസിൽ വരാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെ അല്ല, ഇത് ഓക്കെ അല്ല, ഇത് ഓക്കെയാണ്. ശരിയല്ലേ? നോക്ക്. അപ്പോ അല്ലേ, ഒരെണ്ണം ഔട്ട്വേർഡും ഒരെണ്ണം ഇൻവേർഡും ആണെങ്കിൽ ഒരെണ്ണം ടോപ്പിൽ ബോട്ടത്തിൽ, അത് ഏത് വേണമെങ്കിൽ വരാം. പക്ഷെ എൻഡോ റൂളിന് യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്ത് വേണം? PH COOMe എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇനി ഇവൻ വരുമ്പോ എൻഡോ പ്രൊഡക്റ്റ് വരണം. അപ്പൊ എൻഡോ പ്രൊഡക്റ്റ് വരണമെങ്കിൽ ഏതായിരിക്കണം വരണ്ടേ? COMeയുടെ പൊസിഷൻ PHന്റെ സെയിം പൊസിഷനിൽ തന്നെ ആയിരിക്കണം, എന്നാലും എൻഡോ വരുള്ളൂ അല്ലേ? സോ ദിസ് ഈസ് എക്സോ ആൻഡ് ദിസ് ഈസ് എൻഡോ. ഇത്രയില്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ B. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ, നമ്മൾ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീഡിയോയില് ഞാൻ ഇതന്നെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഓർമ്മയില്ല ഏതാ ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഡീൽസ്-ആൾഡർ റിയാക്ഷൻ. ഏകദേശം ഒരു കോൺഫിഡൻസ് ആയോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻട്രാമോളിക്കുലർ ഡീൽസ്-ആൾഡറിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. പിന്നെ സിഗ്മാട്രോപിക്കില് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്ലേസനും കോപ്പയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അത് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു കേട്ടോ. ഗുഡ് നൈറ്റ്.